എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ദേവീസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പോർക്ക് പെപ്പർ ഫ്രൈ ആണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. പോർക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, എന്നാലും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒരു പെപ്പർ ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ. അധികം മസാലകളൊന്നും ഇല്ലാതെ കുറച്ച് ചേരുവകൾ മാത്രം വെച്ചാണ് നമ്മൾ ഇന്ന് പോർക്ക് ഫ്രൈ ഇവിടെ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിലും കുക്കറിൽ തന്നെ ഉണ്ടാക്കി നന്നായി വേവിച്ചെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ പോർക്കാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത പോർക്ക് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഞാനിവിടെ വീട്ടിൽ വറുത്ത് പൊടിച്ചതാണ്. അതേപോലെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടിയോ ചിക്കൻ മസാലപ്പൊടിയോ ഇതൊന്നുമില്ലെങ്കിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാൻ ഇറച്ചി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ 1 ടീസ്പൂണിനാണ് ഇവിടെ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അര ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി ഇതിന് പകരമായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഞാനിത് ഒരു 10-15 മിനിറ്റ് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് കുക്കറിൽ നമ്മൾ വേവിക്കാനായി വെക്കുന്നത്. വെള്ളം തീരെ ചേർക്കാതെയാണ് വേവിക്കാൻ വെക്കുന്നുള്ളത്. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഒരു വിസിൽ വരുമ്പം നമ്മൾക്കത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് ഒരു 5 വിസിൽ വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിടാം. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഉണ്ടാവും. 5 വിസിലും വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി 2ആയി മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് 1 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 പച്ചമുളക് ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പം ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കരുത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ്. വലിയൊരു സവാള നേരിയതായി നീളത്തിൽ മുറിച്ചതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. ഈ തേങ്ങാക്കൊത്തും സവാളയും ഒക്കെ നന്നായി കുറച്ചൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഇറച്ചി വേവിക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ നന്നായി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ കുരുമുളക് പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ചേർത്ത് കൊടുക്കാം. പോർക്കിൽ കണ്ട നമ്മൾ വെള്ളം തീരെ ചേർക്കാതെയാണ് പോർക്ക് വേവിച്ചത്, എന്നാലും അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മളിതൊന്ന് വറ്റുന്നത് വരെ വേണം. ഇത് തുറന്ന് വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ പെപ്പറൊക്കെ ഇതിൽ നന്നായി ഒന്ന് യോജിച്ച് വരും. ഈ മസാലകളെല്ലാം ഒന്ന് യോജിച്ച് ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ നമുക്ക് ഈ തുറന്ന് വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം. ഈ പോർക്ക് നമ്മൾ 6 വിസിലടിക്കുന്നത് വരെയാണ് വേവിച്ചെടുത്തത്. ആദ്യം 1 വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ 5 വിസിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരുന്നു വെച്ചത്. നന്നായി തന്നെ വെന്ത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വിനീഗർ കൂടി ചേർത്തുകൊണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ട് കേട്ടോ, ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഈ സമയത്ത് ഉപ്പ് കൂടി ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ്. ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ പെപ്പർ ഫ്രൈക്ക് എല്ലാ മസാലകളുടെയും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇത് ചേർത്ത് കൊടുത്ത് നോക്കൂ നിങ്ങൾ ഉണ്ടാക്കുമ്പം. ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇപ്പം നമ്മളുടെ പോർക്ക് ഫ്രൈ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് 1 ടീസ്പൂൺ
നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൽ നല്ലൊരു ഫ്ലേവറായിരിക്കും. പിന്നെ നിങ്ങൾ നോക്കണം, നിങ്ങൾ ഈ പോർക്കിന് ചിലതിന് വളരെ നെയ്യ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ അങ്ങനെ നെയ്യൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നെയ്യുള്ള പോർക്കാണെങ്കിൽ ഈ അവസാനം ഈ നെയ്യ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ പോർക്കൊക്കെ ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് അവസാനം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പം വളരെ ടേസ്റ്റിയായ പോർക്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കപ്പയുടെ കൂടെയും ചപ്പാത്തി, പൊറോട്ട, ചോറ് എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു ഫ്രൈ ആണ്. അപ്പം ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒരു ഫ്രൈ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇനി കിട്ടുമ്പോൾ ഇതുപോലൊരു പെപ്പർ ഫ്രൈ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.